بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ അടിമകളാണ് മനുഷ്യരായ നാം എല്ലാവരും. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ ഉടമസ്ഥതയിൽ കഴിയുന്ന അവന്റെ അടിമകൾ തന്നെയാണ്. മനുഷ്യൻ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ്. എല്ലാ സൃഷ്ടികളെയും അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന് അധീനപ്പെടുത്തി കൊടുക്കുകയും മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി അല്ലാഹു സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ അറിയാനും അവന് എങ്ങനെ ഇബാദത്തുകൾ നിർവഹിക്കണം എന്ന് പഠിപ്പിക്കാനും അല്ലാഹു ലോകത്ത് ധാരാളം
അമ്പിയാക്കളെ അയച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരും അവസാനത്തെ വ്യക്തിയുമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് പൂർവികരായ സമുദായങ്ങൾ കാലാന്തരത്തിൽ അവരുടെ ആശയങ്ങളിലും ആദർശങ്ങളിൽ നിന്നും വ്യതിയാനം സംഭവിച്ചു പിഴച്ചുപോയപ്പോഴെല്ലാം അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കാറുണ്ടായിരുന്നു. ഈ ഉമ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും ഉത്തമ സമുദായമായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതിന്റെ ബാക്കി ഭാഗത്ത് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവരും ചീത്തക്കാര്യങ്ങൾ വിരോധിക്കുന്നവരുമായി തുടർന്നുകൊണ്ടിരിക്കും. ഈ സമുദായത്തിൽ ഇനിയൊരു പുതിയ പ്രവാചകൻ വരാൻ വരികയും ഇല്ല. അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കും. ആ പണ്ഡിതന്മാരെ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമുദായം ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ വിജയം കൈവരിക്കുന്നവരായി എന്നും അന്ത്യനാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. പൂർവകാല സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെ ഈ സമുദായം ഒന്നടങ്കം ശിർക്ക് ചെയ്യുന്നവർ ആയി പോവുകയില്ല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നി ലാ അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ ബഅദീ, എന്റെ കാലശേഷം എന്റെ ഉമ്മത്തുകളാകുന്ന നിങ്ങൾ വ്യാപകമായി ശിർക്കിൽ അകപ്പെട്ടു പോകും എന്ന ഭയം എനിക്ക് ഇല്ല. മുസ്ലിമീങ്ങളെല്ലാം ശിർക്ക് ചെയ്തവരായി പോവുക, എല്ലാവരും മുശ്രിക്കുകളായി പോവുക, അത് ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ഭയപ്പെടുന്നത് എന്താണ്? ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവിൽ ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശാലമായി നൽകപ്പെടുന്നതാണ്. മനുഷ്യൻ അതാ ദുനിയാവ് വിശാലമാക്കപ്പെടുന്നതിനാൽ ഫതനാഫസൂ ഫീഹാ, നിങ്ങൾ ആ ദുനിയാവ് കണ്ടു മോഹിക്കുകയും ആഗ്രഹിക്കുകയും അതേ കമാ തനാഫസ മൻ കാന ഖബ്ലകും ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അതാ ഭൗതിക താല്പര്യത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കാശിന് വേണ്ടി അതാ അവര് പരസ്പരം മോഹിച്ച് തമ്മിലടിച്ചതുപോലെ, അവര് പരസ്പരം മോഹിച്ച് പ്രവർത്തിച്ചതുപോലെ, പണത്തിന്റെ മുമ്പിൽ അവർ മതം വിറ്റതുപോലെ, മതത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചതുപോലെ, വിശ്വാസങ്ങളും ആദർശങ്ങളും പണയം വെച്ചതുപോലെ നിങ്ങളും ധനത്തിന്റെ മുന്നിൽ അടിമപ്പെട്ടു പോകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട്, സഹോദരിമാരോട് ഞാൻ ഉണർത്തട്ടെ, ഈ മുസീബത്ത് നന്നായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആരാണ് സത്യം പ്രചരിപ്പിക്കുന്നവർ? ആരാണ് സത്യത്തിൽ നിലകൊള്ളുന്നവർ? ആരെയാണ് സമൂഹം പിന്തുടരേണ്ടത്? അതേ, അത് പിന്തുടരാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്ത് എന്താണ്? ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا.
ومن يشاقق الرسول من بعد ما تبين له الهدى. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം ദീനിൽ ഇന്ന് വരെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ജനങ്ങളെ മുന്നേ സന്മയിലേക്ക് നയിക്കുന്ന, ജനങ്ങളോട് ധർമ്മം ചെയ്യാൻ നിർദ്ദേശം നൽകുന്ന പരിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിയാക്കി തന്ന, അവിടുത്തെ ശിഷ്യന്മാര് ജീവിതത്തിൽ പകർത്തി തന്ന ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങളെ വിട്ടുകൊണ്ടൊരു മനുഷ്യൻ സന്മാർഗം വെളിവായതിനു ശേഷം ഈ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വല്ലവനും നീങ്ങിയാൽ അതേ സത്യവിശ്വാസികളാണല്ലോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നത്. ആ സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ അതാ ഇന്നീ പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്ന കാലം വരെ ഇന്നുവരെയുള്ള സത്യവിശ്വാസികൾ നടന്നു വന്ന വഴി എന്താണോ, അവരുടെ മാർഗം ഏതാണോ, ആ മാർഗമങ്ങ് വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെതിരെ വല്ലവനും നീങ്ങിയാൽ അവനേറ്റെടുത്തതിനെ നാം അവനെ വഹിപ്പിക്കും. ഇവിടെ ജീവിത സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തേക്കും. ഒരു പക്ഷേ ആ പുതിയതിലേക്ക് കടന്നപ്പോൾ ജീവിതത്തിന് സുഖമാണ്, സഹകരണങ്ങളാണ്, സഹായമാണ്, അതേ പല പല ലാഭങ്ങളുമാണ്. പക്ഷേ അങ്ങനെ ഇന്ന് വരെയുള്ള സത്യവിശ്വാസികളുടെ വഴിയിൽ നിന്ന് മാറിപ്പോയി പുതിയ മാർഗത്തിലേക്ക് കടന്നാൽ അവനെ നമ്മൾ ജഹന്നമാകുന്ന നരകത്തിൽ കടത്തും. അതൊരു നല്ല സങ്കേതമല്ല. ഇവിടെ ആലോചിച്ചോളും, അതേ ഒരിക്കലും ജഹന്നമാകുന്ന നരകം അതൊരു നല്ല സുഖവാസ സ്ഥലമല്ല. ഭയാനകമായ അതാ നരകത്തിയാണ് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നരകത്തിൽ നിന്ന് മോചിതരായി അല്ലാഹു ജല്ല ജലാലുഹു പ്രതിഫലം നൽകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പഠിക്കണം, പ്രചരിപ്പിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതിനെ സംബന്ധിച്ച് എത്രത്തോളം ചിന്തിക്കണം സഹോദരന്മാരെ. അതിനെ സംബന്ധിച്ച് നന്നായി പഠിക്കാൻ നാം തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ദീർഘമായി ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഒരൽപ്പം ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തും. അതിലിടയ്ക്കൊരു കാര്യം പറയുന്നു. ഇവിടെ കയറി വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അതിന് ഫലം നൽകുമാറാകട്ടെ. സിറാജുൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ഒരു 10 രൂപ കൊടുത്ത് നിങ്ങളൊന്നത് വാങ്ങിച്ച് വായിച്ചു നോക്കണമെന്ന് ഉണർത്തുന്നു. 50 കത്ത് ഞാനതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സദസ്സിലുമുണ്ടല്ലോ അൽഹംദുലില്ലാഹ് നേർച്ച ചെയ്തിട്ട് വലിയ ഫലങ്ങൾ കിട്ടിയവർ, അവരും അനുഭവങ്ങൾ ഇന്നും പറഞ്ഞവരുണ്ടല്ലോ. അല്ലാഹുവേ, ആ സ്ഥാപനത്തിനും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നു. പറഞ്ഞു വന്നതെന്താണ് സഹോദരന്മാരെ? ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് അത് പണം കാണിച്ചുകൊണ്ടുള്ള പ്രബോധനം അല്ല, വാള് കാണിച്ചുകൊണ്ടുള്ള പ്രബോധനം അല്ല, പണം തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പിടിക്കലല്ല, വാള് കാണിച്ചിട്ട് ഇതാ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലല്ല. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ തത്വങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി സംശുദ്ധമായ വിശുദ്ധമായ ജീവിതം നയിക്കലാണ്. അതോടുകൂടിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതോടുകൂടിയാണ് ഖുർആൻ പറഞ്ഞത് അതേ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, അതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ നാട്ടിലുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കാണുന്നു ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം കുടിക്കുന്ന വെള്ളം, ആ വെള്ളം വരുന്നൊരു ടാങ്കിയുണ്ട്, ആ ടാങ്കിയിലതാ ആരോ പോയി വിഷം കലക്കുന്നു, ആ
കലക്കിയിട്ടുള്ള വെള്ളം കുപ്പിയിലാക്കിയിട്ട് പല വീടുകളിലും വിതരണം ചെയ്യുന്നു. അത് വിതരണം ചെയ്യുന്നത്, ഈ വെള്ളം വിതരണം ചെയ്യുന്നത് സൗജന്യമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ പലർക്കും അതാ വെള്ളത്തിൽ മധുരവും ചേർത്ത് കുടിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ കുടിക്കാൻ കൊടുക്കുമ്പോ സാധാരണക്കാരായ ജനങ്ങൾ ഈ വെള്ളം കുടിച്ചാലെന്താ നല്ല മധുരമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി വിഷം ചേർത്ത് വെള്ളം കുടിക്കുന്നു. അതിൽ പലരും ആ വെള്ളം കുടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അറിയുന്നില്ല, പിന്നീട് ഈ വെള്ളം കുടിച്ചവർക്കൊക്കെയും പിന്നെ രോഗം വരാനുണ്ട്. ആ രോഗം കൊണ്ടവർ നശിച്ചു പോകാൻ കാരണമുണ്ട്. എന്നാൽ ഈ വിഷം ചേർത്ത കാര്യം അറിയുന്ന വ്യക്തി, ആ മനുഷ്യരോടൊരൽപ്പം സ്നേഹം നിങ്ങളുടെ നാട്ടുകാരോടുണ്ടെങ്കിൽ, ജീവിക്കുന്ന ജനങ്ങളോടൊരൽപ്പം കാരുണ്യമുണ്ടെങ്കിൽ കുടിക്കല്ല മക്കളെ. അതിന്റെ തൽക്കാലത്തെ മധുരം നിങ്ങൾ കണക്കിലെടുക്കല്ല. ആ വെള്ളത്തിൽ അതാ മാരകമായ വിഷം ചേർന്നിട്ടുണ്ട്. അത് നിങ്ങളെ കിഡ്നിയെ ബാധിക്കും, നിങ്ങളെ കരളിനെ ബാധിക്കും, നിങ്ങളെ തലച്ചോറിനെ ബാധിക്കും, നിങ്ങളെ ശരീരം അപകടത്തിലാകാൻ അത് കാരണമാകുമെന്ന് അതിനെ സംബന്ധിച്ച് അറിവുള്ളൊരു വ്യക്തി ചൂണ്ടിക്കാണിക്കൽ നിർബന്ധമല്ലേ സഹോദരന്മാരെ? ചെയ്തില്ലെങ്കിൽ അവൻ കാരുണ്യമില്ലാത്തവനല്ലേ, അവൻ ക്രൂരനല്ലേ, ഉറപ്പാണല്ലോ. ഈ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ അപകടം വരുന്ന രംഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസലു ജലീസി സ്വാലിഹി കമസലി ജലീസിൽ അത്താർ വമസലു ജലീസി സയ്യിഹി കമസലി ജലീസിൽ കല്ലൂർ. ബുഖാരി റിപ്പോർട്ടിലെ ഹദീസാണ്. എന്താ പറയുന്നത്? ഓ ജനങ്ങളെ, നല്ല മനുഷ്യന്മാരെ സദസ്സിൽ നിങ്ങൾ പോയി ഇരിക്കുക, നല്ലവരുടെ കൂടെ നിങ്ങൾ പെരുമാറുക. എന്നാൽ നിങ്ങൾ അത്തർ കച്ചവടക്കാരന്റെ കൂടെ കൂടിയവനെ പോലെയാണ്. അത്തർ കച്ചവടക്കാരന്റെ സദസ്സിൽ പോയിരുന്നാൽ സാമ്പിളിന് തട്ടിത്തരും. അപ്പൊ അത്തർ താനേ കിട്ടും. ചിലപ്പോ ഈ അത്തർ കച്ചവടക്കാരൻ അങ്ങനെ ഒന്നും കൊടുക്കുന്ന അത്തർ കച്ചവടക്കാരനല്ല, ഇങ്ങനെ പേക്കറ്റ് മാത്രമേ വിൽക്കുള്ളൂ, സാമ്പിളൊന്നും കൊടുക്കൂല. എന്നാലും കുഴപ്പമില്ല, അയാളെ സദസ്സിൽ പോയി ഇരിക്കുമ്പോ നമ്മൾ ഇറങ്ങി വരുന്നവരെ സുഗന്ധം കിട്ടും. അത് കിട്ടണ്ടെന്ന് അയാൾ വിചാരിച്ചാൽ നടക്കൂല. അങ്ങനെ നമുക്ക് സുഗന്ധം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നല്ലവരുടെ സദസ്സിലേ പോയിരിക്കാവൂ. അത്ര കച്ചവടക്കാരന്റെ സദസ്സിലിരിക്കും പോലെയാണ്. നിങ്ങൾ മോശമായ വിശ്വാസമുള്ളവന്റെ സദസ്സിൽ പോയിരിക്കരുത്, മോശമായ പ്രവൃത്തി ചെയ്യുന്നവന്റെ കൂടെ ഇരിക്കരുത്, നിങ്ങൾ മദ്യപാനിയുടെ കൂടെ കൂട്ടുചേരരുത്, നിസ്കരിക്കാത്തവന്റെ സദസ്സിൽ പോയി സ്വറ പറയരുത്, നിങ്ങൾ പലിശക്കാരന്റെ കൂടെ കൂട്ടുചേരരുത്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവന്റെ സദസ്സിൽ പോയിരിക്കരുത്. ഒരു സുന്നിയല്ലാത്തവൻ വന്നുള്ള കളവ് മുഴുവനും പ്രസംഗിക്കുമ്പോ തലക്കെട്ടിട്ട് താലിമികളെ പോയിരുന്നാലോ, അതുപോലെ തന്നെ സുന്നികൾ തന്നെ പോയിട്ട് സദസ്സിൽ പോയിരുന്നാലോ. അല്ലാഹുവിന്റെ റസൂൽ ധിക്കരിച്ചവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വമസലു ജലീസിൽ സയ്യിഇ കമസലി ജലീസിൽ കല്ലൂർ. മോശക്കാരന്റെ സദസ്സിൽ പോയിരിക്കുന്നവൻ കമസലി ജലീസിൽ കല്ലൂർ. അതേ, ചൂളർക്കുന്നവരില്ലേ, ചൂള വെച്ച് ചൂടാക്കുന്നവരില്ലേ, ഓരോ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് തീ കത്തിക്കുന്നവരില്ലേ, ആ തീ കത്തിക്കുന്നവന്റെ സദസ്സിൽ പോയി ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഞാനിങ്ങനെ നോക്കുകയാണ് ചൂള വെക്കുന്നത്, ഞാനിങ്ങനെ നോക്കുകയാണ് ഇവൻ ഇങ്ങനെ ഇരുമ്പ് ചൂടാക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി ഇരുന്നാ എന്താ ഉണ്ടാവുക? ഒന്നുമില്ല. മടങ്ങി വന്നാൽ കുപ്പായത്തിൽ അവിടെ ഇവിടെ ഒക്കെ ഓട്ട വന്നിട്ടുണ്ടാവും, പിന്നെയോ പുക പിടിച്ചിട്ടുണ്ടാവും, സംഗതി അറിയൂല. ഇതുപോലെ മോശക്കാരന്റെ സദസ്സിൽ പങ്കെടുത്താൽ നിന്റെ ഈമാനിനും അമലിനും തസ്കിയത്തിനും കേടുവരും കേട്ടോ. ഒരു മനുഷ്യന്റെ ഈമാനങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, ദീനങ്ങ് തകർന്നു പോയാൽ, തഖ്വയങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ അന്ത്യനാളിൽ പിന്നെ കൈകടിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റക്കൊറ്റക്കായി വിചാരണയ്ക്ക് ചെല്ലേണ്ടതില്ലേ? ആ രംഗങ്ങളെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരാതെ എന്താണങ്ങ് മുജാഹിദായാൽ, എന്താണങ്ങ് ഖാദിയാനിയായാൽ, എന്താണങ്ങ് ചേകനൂരായാൽ, എന്താണങ്ങ് വ്യാജ തരീഖത്തായാൽ, എന്താണങ്ങ് ജമാഅത്ത് ഇസ്ലാമിയായാൽ എന്ന് വിവരമില്ലാതെ ചിന്തിക്കുന്നവരില്ലേ?
അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അവിടുന്ന് ഈ ഉമ്മത്തിന്റെ ഈമാന് രക്ഷിക്കാൻ ആവശ്യമായ സർവ്വ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതൊന്ന് പാലിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഈ ഉമ്മത്തിന് കൊടുക്കണം റഹ്മാനേ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് എന്നിട്ട് അതാ എടോ പിഴച്ചുപോയി അല്ലേ, ഈമാൻ പോയി അല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു നല്ലവരുടെ സദസ്സിലെ പങ്കെടുക്കാവൂ, നല്ലതേ വായിക്കാവൂ, ഞാൻ നിർദ്ദേശിച്ചിട്ടില്ലായിരുന്നു, നീ പിഴച്ചുപോയി അല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ അതാ തഖ്വയുള്ള ഈമാനുള്ള സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരെ സദസ്സുകളിലും അവരുടെ പുസ്തകങ്ങളിലും അവരുടെ വിഷയങ്ങളിലുമല്ലാതെ പിഴച്ചുപോയവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യുക്തിവാദികളുടെ സദസ്സ് പോയി പങ്കെടുക്കല്ലേ ചെറുപ്പക്കാരാ, കാദിയാനിയുടെ സദസ്സിൽ പങ്കെടുക്കല്ലേ ചെറുപ്പക്കാരാ, ചേകനൂരിനെ പോലുള്ളവരുടെ സദസ്സിൽ പങ്കെടുക്കല്ലേ ചെറുപ്പക്കാരാ. നിനക്കറിയില്ലല്ലോ അവൻ ഓതിയ ആയത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ തഫ്സീർ എന്താണ്, അതിന്റെ വ്യാഖ്യാനം എന്താണ്, അവൻ തിരിമറിയാർത്തിയത് എവിടെയാണ്, നിനക്കറിയില്ലല്ലോ. അറിയാത്ത നീ ഇങ്ങനെ കേൾക്കുമ്പോ ഖുർആനല്ലേ പറയുന്നത്, ഹദീസല്ലേ പറയുന്നത്, ഇമാമികളെ കിതാബല്ലേ പറയുന്നത്, നേരോടിന്റെ കേസറ്റല്ലേ കേൾപ്പിക്കുന്നത് എന്ന് നിനക്ക് തോന്നും. അതിന്റെ അപ്പുറം അവൻ മൂടിവെച്ചതാണ്, ഇപ്പുറം അവൻ മൂടിവെച്ചതാണ്, അതിന്റെ വ്യാഖ്യാനം അവൻ മാറ്റിയതാണ്, അർത്ഥം അവൻ മാറ്റി പറഞ്ഞതാണ്. അങ്ങനെ 100 മാറ്റി പറഞ്ഞ സംഗതികൾ ഞാനതാ എന്റെ സീഡികളിൽ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈമാനുള്ള ചെറുപ്പക്കാരായ പടച്ചവനെ സാക്ഷിയാക്കി പറയുന്നു, പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, ഒന്നെടുത്ത് പരിശോധിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ ആരെയാണോ പ്രതിചേർന്നത് ആ പ്രതിചേർത്ത വ്യക്തികളെയും എന്നെയും നിങ്ങൾ തന്നെ ഒന്ന് വിളിച്ചിട്ട് ഒന്നൊന്നായി ഒന്ന് പരിശോധിക്കൂ. ഞാനിത് മുസ്ലിം സമുദായത്തോട് ഇലാടയിട്ട് പറയുന്നു. നിങ്ങളോട് പറയട്ടെ, ലോക മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കേണ്ട ആവശ്യമെന്താ, മുസ്ലിക്കാക്കേണ്ട ആവശ്യമെന്താ? നിങ്ങൾ നോക്കൂ, വളരെ മാനമായി സംസാരിക്കുന്ന ഒരു കക്ഷികളാണ് ജമാഅത്തെ ഇസ്ലാമി. വളരെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെക്കാളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണം അവരെ. കാരണം അവർ മുജാഹിദിനെ പോലെയല്ല, അവർ ഖാദിയാനിയെ പോലെയല്ല, അവർ മറ്റൊരു പാർട്ടിയെ പോലെയുമല്ല. അവരുടെ സ്വഭാവം ആദ്യം കുറെ കൊല്ലത്തേക്ക് ആശയം പറയൂല, കുറെ കൊല്ലങ്ങളോളം ആശയം പറയൂല. ശരിക്കും ഉറച്ചു കിട്ടിയത് തോന്നിയാലും മെല്ലെ മെല്ലെ കൊടുക്കും വിഷം. ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങളിൽ നിന്നും. എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാർ ചിന്തിക്കണം, ലോക മുസ്ലിമീങ്ങളെ മുഴുവനും എന്തിനും മുശ്രിക്കാക്കണം? ഒന്നാമതായി എനിക്ക് ചോദിക്കാനുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു, എന്റെ സമുദായം ഒന്നടങ്കം ശിർക്കിലേക്ക് പോകുമെന്ന ഭയം എനിക്ക് ഇല്ല. ഞാൻ നേരത്തെ നിങ്ങൾ ഹദീസ് കേൾപ്പിച്ചല്ലോ. പക്ഷേ ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമി എല്ലാ കക്ഷികളെയും കാഫിറാണ്. എന്താ കാരണം? നമ്മളെ മുൻഗാമികളായ ഇമാമികളെ കിതാബ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം. അല്ലാതെ ആരെങ്കിലും ഒരാൾ പോയി ബിംബത്തിന് പോയി സുജൂദ് ചെയ്തത് കൊണ്ടല്ല, കുറിയും തൊട്ടിട്ട് അമ്പലത്തിൽ പോയത് കൊണ്ടല്ല. എന്തിനാണ് കാഫിറാക്കുന്നത്? മുൻഗാമികളെ കിതാബുകൾ സ്വീകരിക്കുന്നത് കൊണ്ട്. കണ്ടോ നിങ്ങൾ പ്രബോധനം 986 ഒക്ടോബർ. ഈ പ്രബോധനത്തിൽ എന്താ പറയുന്നത്? ഇതിന്റെ 45-ാമത്തെ പേജിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നു, സുന്നികൾക്കൊരു സ്വഭാവം. എന്താണത്? ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞിട്ട് ആര് രംഗത്ത് വന്നാലും അവർക്ക് പറയും ഖുർആനും സുന്നത്തും മനസ്സിലായത് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കാണ്, മുൻഗാമികളായ ഇമാമിങ്ങൾക്കാണ്, പൂർവികരായ പണ്ഡിതന്മാർക്കാണ്. അവരെ വിശദീകരണമല്ലാതെ നിങ്ങൾ ഖുർആൻ ഓതിയാൽ നമ്മൾ സ്വീകരിക്കൂല.
എന്ന് സുന്നികൾ സാധാരണ പറയും അല്ലേ? അത് ശരിയാണ്. കാരണം ചേകനൂരിന്റെ ആൾക്കാർ ഇവിടെ ഖുർആനാണോ എന്നും അയാൾക്കതാ പറയാനുള്ളത്. ഖുർആനിൽ 3 നേരം അല്ലാതെ 5 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ളുഹ്ർ നിസ്കരിച്ചാലും മഗ്രിബ് നിസ്കരിച്ചാലും അത് ഹറാമാണ്. 3 നേരം തന്നെ സുബ്ഹി നിസ്കാരം നല്ലത് സൂര്യൻ ഉദിച്ചിട്ടാണ്. ചേകനൂരിന്റെ പുസ്തകമാണ്. ഖുർആനാണ് തെളിവ് പറയുന്നത്. പിന്നെയോ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്നവരൊക്കെ കാഫിറാണ്, മുശ്രിക്കാണ്. അത്തഹിയ്യാത്തുൽ മുശ്രിക്കാവും. ഒന്നെടുക്കുമ്പോ കാല് കഴുകാൻ പാടില്ല, തടകാനേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആശയം. ഇമാം ബുഖാരി ജൂതനാണ്, ഇമാം ഷാഫിഈ ജൂതനാണ്, ഇമാം അബൂ ഹനീഫ ജൂതനാണ്. ഒക്കെ ജൂതന്മാരാണ്, ഖുർആന്റെ കൂടെ പറഞ്ഞവരാണ്. അങ്ങനെയാണ് അയാൾ പറയുന്നത് ഖുർആൻ. അലി മൗലവിയിലോട്ട് മഞ്ചേരിന്റെ പോലും ക്രിസ്ത്യാനിയാണ്. ബാപ്പയും ഒക്കെ മുസ്ലിമായിരുന്നു. ഇയാൾ മൗലവി അച്ഛനാണ്. അച്ഛൻ തന്നെ ക്രിസ്ത്യാനികൾ അച്ഛനാണ്. അപ്പോ അച്ഛനാണ്. പിന്നെ സുബ്ഹാനല്ലാഹ്, കള്ളത്തരീക്കക്കാർ മുഴുവൻ ഖാദിയാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം നബിയുണ്ട് എന്ന് പറയും. ഓതുന്നത് ഖുർആൻ. മുജാഹിദ് 2 ഓതുന്നത് ഖുർആൻ. 3ാമത്തെ മുജാഹിദിന്റെ സംഘടന എന്ന് പറഞ്ഞാൽ തന്നെ വിജയത്താണ് എന്ന് പറയുന്നത് അവരോതുന്നത് ഖുർആൻ. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഖുർആൻ. എല്ലാവരും ഓതുന്നത് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി കൊണ്ട് ഹദീസിലുണ്ട്, യഖറഊനൽ ഖുർആന ലാ യുജാബിസു ഈമാനുഹും തറാഖിയഹും. അതേ, ഖുർആൻ ഓതും, പക്ഷെ ഈമാൻ കൊണ്ടൊക്കെ വിട്ടുകിടക്കൂല. അങ്ങനത്തെ ഒരു കൂട്ടർ ചെയ്യാമെന്നാളിൽ വരും. അപ്പൊ എല്ലാവരും ഖുർആൻ. അപ്പൊ സുന്നികളും പറയും, സുന്നികൾ പറയും, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് അമ്മോലെ എങ്ങനെ ഓതി, മോലെ എങ്ങനെ ഓതി, മറ്റോലെ എങ്ങനെ ഓതി, ഞങ്ങൾക്ക് എന്താ ചെയ്യാ? അവിടെ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ മുൻഗാമികളായ ഇമാമികളും അവരെ കിതാബിൽ എഴുതി വെച്ചതും അവർ പഠിപ്പിച്ചതും എന്താണോ അതാണ് ഇസ്ലാം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് സുന്നികളുടെ നടപടിയാണ്. അതാണ് ഞാൻ നേരത്തെ ഖുർആനിൽ നിങ്ങൾ കോരിക്കൽപ്പിച്ചതും മുഅ്മിനീങ്ങളുടെ വഴി പിന്തുടർന്നവർ അത് വിട്ടാൽ നരകത്തിലാണ്. എന്നാൽ ശരിക്കും മനസ്സിലാക്കണം, പ്രബോധനം പറയുന്നത് ഞങ്ങൾക്ക് മുൻഗാമികളുടെ കിതാബ് മതി എന്ന് പറയുന്ന ഒരു കാഫിരീങ്ങളാണ്. ഞാൻ കേൾപ്പിച്ചു തരാം വാചകം. ഞങ്ങൾക്ക് പൂർവികരുടെ കിതാബുകൾ തന്നെ ധാരാളമാണെന്ന് വാദിക്കുന്ന അനുകർത്താക്കൾ ഖുർആനും ഹദീസും ഒക്കെ വായിക്കുന്നത് വെറും പുണ്യകർമ്മം എന്ന നിലക്കാണ്. നമ്മൾ ഖുർആൻ ഹദീസൊക്കെ വായിക്കുന്നത് പുണ്യകർമ്മം എന്ന് വിചാരിച്ചിട്ടാണ്. ഉറപ്പന്നെയാണ്. നമ്മളൊക്കെ ഖുർആൻ ഹദീസ് വായിക്കുന്നത് പുണ്യാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് എന്നോട് വാചകം, ഞങ്ങൾക്ക് പൂർവീകരുടെ കിതാബുകൾ തന്നെ ധാരാളമാണെന്ന് വാദിക്കുന്ന അനുകർത്താക്കൾ. നിങ്ങളെ പ്രബോധനം ഞങ്ങൾക്ക് വേണ്ട, അൽമനാർ വേണ്ട, ശബാബ് വേണ്ട, വിചിന്തനം വേണ്ട, ഖാദിയാനിന്റെ സത്യദൂതൻ വേണ്ട, യുക്തിവാദിയുടെ മാസിക വേണ്ട, അച്ഛന്റെ മാസിക വേണ്ട, കള്ളത്തിരിക്കറ്റാരനത് വേണ്ട, ഞങ്ങളെ മുൻഗാമികളുടേത് മതി എന്ന് പറയുന്ന സുന്നികളെ പറ്റി പറയാം. ഞങ്ങൾക്ക് പൂർവീകരുടെ കിതാബുകൾ തന്നെ ധാരാളമാണെന്ന് വാദിക്കുന്ന അനുകർത്താക്കൾ ഖുർആനും ഹദീസും ഒക്കെ വായിക്കുന്നത് വെറും പുണ്യകർമ്മം എന്ന നിലക്കാണ്. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തനി കാഫിറായ നിയമവ്യവസ്ഥകളത്രേ. ഇമാമിങ്ങളുടെ കിതാബ് ഓതി എന്ന് പറയുന്നത് നമ്മൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് തനി കാഫിറായ നിയമവ്യവസ്ഥകളാണ്. ഫതുഹുൽ മുഈൻ തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ? തുഹ്ഫ തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ? ഇമാം നവവി ശറഹുൽ മുഹദ്ദബ് തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ? ഇമാം ഗസാലി ഇഹ്യ തനി കാഫിറായ നിയമവ്യവസ്ഥയാണോ? അത് തനി കാഫിറായ ഏർപ്പാടാണ്. മുസ്ലിമിന്റെ ഏർപ്പാട് പ്രബോധനം. മുസ്ലിമിന്റെ ഏർപ്പാട് പ്രബോധനം. IPHന്റെ ബുക്ക്, ജമാഅത്ത് ഇസ്ലാമിന്റെ ബുക്ക്. ഇത് അംഗീകരിക്കാൻ മുസ്ലിമിന് പറ്റുമോ? മാന്യ മുസ്ലിം സഹോദരന്മാർ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ സഹോദരന്മാരെ, ഇതുകൊണ്ട് തീർന്നോ? ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? മൗദൂദി പറയുന്ന വാചകങ്ങൾ ശരിക്കും നിങ്ങളൊന്ന് കേട്ടോളൂ. ജമാഅത്ത് ഇസ്ലാമിയുടെ IPH പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. തഫ്സീറിന്റെയും ഹദീസ് വ്യാഖ്യാനങ്ങളുടെയും ഫിഖ്ഹിന്റെയും പുരാതന ഗ്രന്ഥങ്ങളും അതേ പ്രകാരം ഞാൻ വായിച്ചിരിക്കുന്നു. എന്നാൽ ആധുനിക കാലത്തെ ശാസ്ത്രവിജ്ഞാന
വിജ്ഞാനങ്ങൾ പഠിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ തറഞ്ഞുകിടക്കുന്ന സംശയങ്ങളുടെ മുള്ളുകൾ നീക്കുന്ന യാതൊന്നും ആ ഗ്രന്ഥങ്ങളിൽ ഇല്ലെന്ന് മാത്രമല്ല, മുൻഗാമികളുടെ കിതാബുകളെ പറ്റി പറയാം, അഭ്യസ്ത വിദ്യരുടെ ഹൃദയത്തിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന പലതും അതിൽ അടിക്കടി അവയിൽ കാണപ്പെടുകയും ചെയ്യുന്നു. അക്കാരണത്താൽ സംശയാലുവായ ഒരുവൻ സംശയത്തിന്റെ പതനം വിട്ട് നിഷേധത്തിന്റെ ഘട്ടത്തിലോളം ചെന്നെത്തുകയും ചെയ്യുന്നു. ഈ ആധുനിക കലാലയങ്ങളിൽ പഴയ രീതിയിൽ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നവർക്കാകട്ടെ പഴങ്കൻ സമ്പ്രദായത്തിൽ പുരാതന ശേഖരങ്ങൾ മുഖേന ദീനീ വിദ്യ പഠിപ്പിക്കുക വഴി സ്വയം പരിഹാസ്യരായി തീരുകയും ദീനിനെ തന്നെയും വില കുറക്കുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ യാതൊരു സേവനവും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും എനിക്കറിയാം. കേട്ടോ, പൂർവീകരുടെ കിതാബുകൾ, മുൻഗാമികളുടെ കിതാബുകൾ, അത് പഠിപ്പിക്കുന്നവർ ദീനിനൊരു സേവനവും ചെയ്തിട്ടില്ല. അതിൽ സംശയം കൂട്ടി നിഷേധത്തിലെത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൗദൂദി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, മുൻഗാമികളായ മഹാന്മാരുടെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ, ഇമാം ബുഖാരിയുടെ, ഇമാം മുസ്ലിമിന്റെ, അങ്ങനെ മുൻഗാമികളായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളെ മുഴുവൻ അതാ മൗദൂദി ഒറ്റയടിക്ക് തള്ളിപ്പറയുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണ് ഇങ്ങനെ തള്ളി പറഞ്ഞിട്ടുള്ളതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമി ഈ നിലയ്ക്ക് തള്ളിപ്പറഞ്ഞ എന്തിനാണ്? അള്ളാഹുവിന്റെ ദീൻ മാറ്റിമറിക്കാൻ ജമാഅത്ത് ഇസ്ലാമി തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ കിതാബ് ആദ്യം തള്ളിപ്പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്നാൽ ഇമാമിങ്ങളെ കിതാബ് മാത്രമാണോ തള്ളിപ്പറഞ്ഞത്? സഹാബത്തിനെ കുറിച്ച് മൗദൂദി പറയുന്നത് കേട്ടോളൂ, ശരിക്കും കേട്ടോ. മൗദൂദി പറയാണ്, എന്താ പറയുന്നത്? അവരുടെ പ്രവർത്തനങ്ങളിൽ വിശിഷ്യ മതപരമായവയും റസൂലിന്റെ ശർഈയായ മാർഗദർശനത്തിൽ സ്വീകരിച്ചവയും സ്വാഭിപ്രായമനുസരിച്ച് ചെയ്തവയും തങ്ങളുടെ പ്രത്യേക സ്ഥലകാല പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ടവയും ഏതെല്ലാമെന്ന് വേർതിരിച്ചറിയുക മിക്കപ്പോഴും പ്രയാസകരമാണ്. സഹാബികളുടെ പ്രവർത്തനത്തിൽ അത് നബിയിൽ നിന്ന് പഠിച്ചിട്ടുള്ളതുകൊണ്ട് സ്വന്തം അഭിപ്രായത്തിൽ ചെയ്തതുകൊണ്ട് അത് വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് മൗദൂദി എന്താ പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമി എന്താ പഠിപ്പിക്കുന്നത്? ജുമാ ഖുതുബ എന്ന ഈ പുസ്തകത്തിൽ തന്നെ IPHന്റെ പ്രസിദ്ധീകരണമാണ്. എന്താ പഠിപ്പിക്കുന്നത് കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ അവസരത്തിൽ തന്നെ ഒരു പ്രവാചകനും ഒരു മനുഷ്യനുമായിരുന്നു. അതേ അവസരത്തിൽ തന്നെ ഒരറബിയുമായിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിലും പ്രത്യേക സാമൂഹ്യ പരിസ്ഥിതിയിലുമായിരുന്നു ജീവിച്ചിരുന്നത്. തിരുമേനിയുടെ പ്രവർത്തനങ്ങളിൽ അത് മതപരമാവട്ടെ ഭൗതികമാവട്ടെ ഈ നിലപാടുകളെല്ലാം ഒരേ അവസരത്തിലുണ്ടായിരുന്നു. ഈ വ്യത്യസ്ത നിലപാടുകൾ സങ്കരമായി നിന്നിരുന്നതിനാൽ തിരുമേനിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏതംശമാണ് ശർഈയായ തെളിവായി തീരാൻ പര്യാപ്തമായ പ്രവാചകത്വ പദവിയുമായി ബന്ധപ്പെട്ടതെന്നും ഏതംശമാണ് അതിന് പര്യാപ്തമല്ലാത്ത ഇതര നിലപാടുകളുമായി ബന്ധപ്പെട്ടവയെന്നും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക വളരെ പ്രയാസകരമാണ്. നബിക്ക് രണ്ട് കോലമാണ്. ഒന്ന് ശർഈന്റെ തെളിവിന് പറ്റുന്ന കോലവും പറ്റാത്ത കോലവും. അതിന്റെ നബി റസൂലായതുകൊണ്ട് മനുഷ്യരല്ലേ, പ്രത്യേക കാലഘട്ടത്തിലുള്ള ആളല്ലേ. അപ്പൊ നബി ഒരു മതപരമായ കാര്യം ചെയ്താൽ ശർഈന്റെ തെളിവിന് പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. മാന്യ മുസ്ലിം സഹോദരന്മാരെ, ഇമാമിങ്ങളെ സ്വീകരിക്കൂല, സഹാബത്തിനെ സ്വീകരിക്കൂല, അള്ളാന്റെ റസൂലിന്റെ പ്രവൃത്തിയും എല്ലാം തെളിവിന് പറ്റൂല. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനം. IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ ഇവരൊരു വല്ലാത്ത സത്യസന്ധന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, പച്ചക്കള്ളം പറയുന്നതിന് ഇത്ര മടിയില്ലാത്തൊരു വിഭാഗത്തെ അല്ലാഹു വേറെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മുജാഹിദീങ്ങളല്ലാതെ ഇല്ല കേട്ടോ.
ശരിക്കും നിങ്ങൾ ആലോചിക്കണം. ഇത് കണ്ടോ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം. ഈ പ്രബോധനം സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പ്രബോധനം ഏതാണ്? 1988 ഡിസംബർ 31 സുന്നികളും സുന്നത്ത് ജമാഅത്തും എന്നാണ് ലേഖനത്തിന്റെ പേര്. സുന്നികളെ കാഫിറാക്കാൻ വേണ്ടി അതാ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവി എഴുതുന്നു. ആദ്യം തന്നെ കേട്ടോളൂ. ഹദ്ദാദ് റാത്തീബിൽ ഒരിടത്ത് ഇങ്ങനെ വായിക്കാം. ഹദ്ദാദ് റാത്തീബ് കേൾക്കാത്ത ഒരു സദസ്സിലാരും ഉണ്ടാവരാനെ വിചാരിക്കും. കേട്ടോളെ. അയ്ന അന ഇദാ അൻത ബിദാതി ദായിമൻ കുൻത ഫമാ ബിന്തു വലാ ബിന്തു വലാ തബൈനല്ലാഹ്. ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കിട്ടിയ ഹദ്ദാദ. ഹദ്ദാദ് റാത്തീബിൽ ഇങ്ങനെ വരും. എന്നിട്ട് അതിന്റെ ശേഷം പറയാണ് സുബ്ഹാനല്ലാഹ്. അതിന്റെ ശേഷം പറയാണ് നുബുവത്ത് വാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. സുന്നികളായ നമ്മള് മുഹീദ്ദീൻ ശൈഖ് നബിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ഔദ്യോഗികമായിട്ട് കള്ളത്തരം പറയാണ്. ശരിക്കും കേട്ടോളൂ. എന്താ പറയുന്നത്? നുബുവത്ത് വാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. മുഹീദ്ദീൻ ശൈഖിന്റെ മൗലിദി ശൈഖ് അവറുകൾ പറയുന്നതായി ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നു. എനിക്ക് കേട്ടോളി. മുഹീദ്ദീൻ മൗലിദ് 2 തൊട്ട് പ്രബോധനത്തിൽ പറയുന്ന വാചകം നമ്മളെ മുഹീദ്ദീൻ മൗലിദ് 2 എന്നാ പറഞ്ഞത്. ഇനി എന്റെ അർത്ഥം കൂടി ഒന്ന് കേട്ടോളി. സൗഭാഗ്യപൂർവം ഞാൻ ജനിച്ചത് മുതൽ ഉപരിലോകം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് അന്ത്യ ദൈവദൂതനും പ്രഥമ നബിയും. ഇന്നിപ്പോൾ സമസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്നത്. എന്താ ശേഷം പറയും. അപ്പൊ സുന്നികളായ നമ്മള് മുഹീദ്ദീൻ ശൈഖ് നബിയാണ്. മുഹീദ്ദീൻ ശൈഖിന്റെ മൗലിദില് ഇങ്ങനെ 2 വരിയുണ്ട് പറയും. ഞാൻ ഈ വേങ്ങരയിലല്ലേ മുസ്ലിമീങ്ങളോടൊക്കെ പറയാ, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയാൽ നിങ്ങൾ മെല്ലെ അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക സാഹിത്യങ്ങൾ വായിക്കാറില്ലേ? അയാൾ പറയും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പത്രം പ്രബോധനം അല്ലേ? അദ്ദേഹം പറയും ഒരു കാലത്ത് ഞങ്ങൾ ബോധനം എന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രബോധനം തന്നെയാണ്. ഉടനെ നിങ്ങൾ ചോദിക്കണം, പ്രബോധനത്തിന് 1988 ഡിസംബർ 31 ഇറങ്ങിയ പ്രബോധനം ഇല്ലേ? അപ്പൊ അയാൾ പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കണം, ഒന്ന് കാണിച്ചു തരുമോ ചോദിക്കാം. തീരൊന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളിച്ചോ എന്റെ അടുത്തൊരു സാധനം. എന്നിട്ട് അയാളോട് നിങ്ങൾ ചോദിക്കാം, സുന്നികള് മുഹീദ്ദീൻ ശൈഖ് നബിയാണ് എന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മുഹീദ്ദീൻ മൗലിദില് ഇങ്ങനെ 2 വരി പദ്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ രണ്ടാമത്തെ വരി പദ്യം, അതായത് മുഹീദ്ദീൻ ശൈഖ് നബിയാണ് എന്ന് പറയുന്ന ഈ പദ്യം, അത് ഞങ്ങളെ മൗലിദില് ഇതിലുള്ളതുപോലെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ഒരു നിങ്ങൾ കാര്യം മുഹീദ്ദീൻ മൗലിദ് കൈ പിടിച്ചോളി ഒന്ന് ചോദിക്കുക. ഇതത് കണ്ടു കിട്ടിയാൽ നിങ്ങൾ വിളിക്കുക 94 47 1 5 6 4 9 6 പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എനിക്ക് വിളിക്കണം. എനിക്ക് ആ മൗലിദാണ് കാണേണ്ടത്. 988 മുതൽ ഇത് 2007 19 കൊല്ലമായി ഈ പ്രബോധനം കൈപ്പിടിച്ച് ഞാൻ പ്രസംഗിക്കുന്നു. ഇന്ന് വരെ മൗലിമാരോട് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മളെ മൗലിദിൽ അവർ കാണിച്ചു തന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് പറഞ്ഞു പോയി സുന്നികളോട് മാപ്പും പറഞ്ഞിട്ടില്ല. സുന്നികളെ കാഫിറാക്കിയതല്ലേ പച്ചക്കള്ളം പറഞ്ഞു. മൗലിദിൽ എന്താ ഉള്ളത്? മൗലിദിലുള്ളത് ഇങ്ങനെയാണ് കേട്ടോളി. ഔലിയാക്കളെല്ലാം എനിക്ക് തലതാഴ്ത്തി തന്നിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം
എന്ന വാചകം ഉള്ള സ്ഥലത്ത് അതങ്ങ് മാറ്റിയിട്ട് പ്രബോധനത്തിൽ കൊടുത്തതാണ്. അനഖാത്തിമുർ റുസുലി അവ്വലുൽ അംബിയായി, ഞാൻ ആദ്യത്തെ നബിയും അവസാനത്തെ റസൂലുമാണെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞുവെന്ന് മൗലിദിലുണ്ടെന്ന് പച്ചക്കള്ളം ജമാഅത്തെ ഇസ്ലാമി അച്ചടിച്ചതാണ് കേട്ടോ. സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തിയില്ല, പിന്നെ നമ്മൾ ആരമില്ല സലാത്തിയില്ല. എന്താണ് അവിടുത്തെ കാരുണ്യം? അവിടുന്ന് നമ്മളോട് പറയുന്ന 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യനാൾ ഖിയാമത്ത് നാളാകുമ്പോൾ ഉണ്ടാകും കബളിപ്പിക്കുന്ന കുറെ കക്ഷികൾ ഉണ്ടാവും കേട്ടോ. കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യം അസത്യം കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുക. ആദ്യത്തെ ബൈത്തുള്ളതാണ്, രണ്ടാമത്തെ കള്ളത്തരാണ്. ഈ പ്രബോധനത്തിൽ ആദ്യത്തെ ബൈത്ത് ബന്ധമുണ്ട്, രണ്ടാമത്തെ വേറെ സ്ഥലത്ത് മുറിച്ചു കൊണ്ടുവന്ന് വെച്ചതാ. അങ്ങനെ സുബ്ഹാനല്ലാഹ് കബളിപ്പിക്കുന്നവരും ധാരാളം നുണ പറയുന്നവർ വരും. ഒന്നും രണ്ടും മൂന്നും നുണയല്ല. സുബ്ഹാനല്ലാഹ് കണ്ടില്ലേ, മുജാഹിദികളെ സ്റ്റേജിൽ പങ്കെടുക്കുന്നതിലെ അങ്ങാടികളുണ്ട്. ഇപ്പോ പുതിയ തലേക്കൊക്കെ പുതിയ തൊപ്പിയും ധരിച്ചിട്ട് ഞാനിപ്പോ അടുത്ത് സുന്നിന്ന് വന്നതാണെന്നും പറഞ്ഞിട്ട് വരുന്നത് ഈ എത്ര കളവാ പറയുന്നു. ഞാനൊരു പ്രസംഗ CD കേട്ടു. ആ കൊല്ലം ജില്ലയിലുള്ള ഒരു ചങ്ങാതി എന്താണ് മൂപ്പരെ പോലെ കളവ് പറയാൻ ഒരു ഇബ്ലീസിനെ കൊണ്ടും കഴിയൂല കേട്ടോ. എന്താ മൂപ്പരെ കളവ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ ഞാൻ പ്രസംഗിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി 6666 ആയത്തിന് ഇസ്തിഗാസക്ക് തെളിവുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആയത്ത് തെളിവ് ഉദ്ധരിച്ചില്ല എന്നാ മൗലവി പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഞാൻ 6666 ആയത്ത് എന്ന ഒരു പ്രയോഗം പ്രയോഗിച്ചത് എന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആ മൗലവിക്കെന്നല്ല, ഒരു മൗലവിക്കും സാധ്യമല്ല. കാരണം ഞാനങ്ങനെ പറയുന്ന കുട്ടികളോട് നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയുന്നവരാണ്. കാരണം ആയത്തിന്റെ എണ്ണത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. ഞാനതെന്റെ പ്രസംഗത്തിൽ പറയാറേ ഇല്ല. എന്നാൽ പശക്കള്ളവന്റെ പേരിൽ വെച്ച് കെട്ടി പറയുകയാണ് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ. എന്നിട്ട് ഞാൻ പ്രസംഗത്തിന് കയറിയിട്ട് ഒറ്റ ആയത്തോടിയില്ല എന്ന് പറഞ്ഞാൽ 30 കൊല്ലമായി എന്റെ പ്രസംഗം കേൾക്കുന്ന ജനങ്ങൾക്കറിയില്ലേ ഞാനൊരു പ്രസംഗത്തിൽ എത്ര ആയത്തോടാറുണ്ടെന്ന്. എന്തിനാണ് ഇങ്ങനത്തെ കളവും പറഞ്ഞ് നടക്കുന്നത്? പിന്നെ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ പറഞ്ഞ കളവിന് കണക്കില്ല. മരിക്കുമെന്നും ആഖിറമുണ്ടെന്നും വിശ്വാസമില്ലാത്ത കക്ഷികൾക്ക് എത്ര കളവ് പറയുന്നതിന് വിരോധമില്ല. പക്ഷേ ഈ നാവിന് സീല് വെക്കുന്നൊരു ദിവസമുണ്ട് കേട്ടോ. സർവ ജമാഅത്തിന്റെ മൗലവിമാരോടും സർവ മുജാഹിദീങ്ങളുടെ മൗലവിമാരോടും ഞങ്ങൾക്കതേ പറയാനുള്ളൂ. മുഹീദ്ദീൻ ശൈഖ് നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പച്ചക്കള്ളം പ്രബോധനത്തിൽ എഴുതിവിട്ട ജമാഅത്ത് ഇസ്ലാമിക്കാരോടും പറയട്ടെ, നിങ്ങൾക്ക് ആഖിറത്തിൽ വിശ്വാസമില്ലാതെ പോയോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ പറയാം, എത്രണ്ട് പറയാൻ. നമ്മൾ കാഫിറൂന്ന് മാത്രമല്ല, ഞാൻ വായിച്ചുതരാം. IPH ജമാഅത്ത് ഇസ്ലാമിന്റെ വേറൊരു ബുക്ക് പരലോകം ഖുർആനിൽ കേട്ടാ വിചാരിക്കും ഭയങ്കര വിശ്വാസമുണ്ട്. എന്നിട്ട് IPH പ്രസിദ്ധീകരിക്കുന്ന ബുക്ക് അതിൽ പറയുന്നത് കേട്ടോളി, നമ്മളെ മുശ്രിക്കുകളെന്ന് വിളിക്കുന്നത് കേട്ടോളി. നമ്മളല്ല, നമ്മളെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളെയാണ് ഈ മുശ്രിക്കാക്കുന്നത് കേട്ടോളി. ബദരീങ്ങൾ, മുഹീദ്ദീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ, മുഹീദ്ദീൻ ജീലാനി, അഹ്മദ് റിഫായി തുടങ്ങിയ ശൈഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിച്ചു നോക്കുകയാണെന്ന് തോന്നുന്നു. ഖിയാമത്ത് നാളിനെ പറ്റി ഇങ്ങനെ വിവരിക്കുക. ഇങ്ങനെ നബിമാരെ വിളിച്ച് പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ശൈഖന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ജമാഅത്ത് ഇസ്ലാമിക്കാർ സുന്നികളെ പറ്റി പറയുന്ന വാചകമാണ് മുശ്രിക്കുകൾ. ഓ ജമാഅത്ത് ഇസ്ലാമിക്കാരാ, നിങ്ങൾ ആരെയാണ് ഈ മുശ്രിക്കാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഇസ്തിഗാസയെ കുറിച്ചല്ലേ? ഞങ്ങളെ പ്രയോഗമല്ലത്, നിങ്ങളെ പ്രയോഗമാണ്. സഹായം തേടി എന്നതിന് നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നേ പറയുള്ളൂ. പക്ഷേ അത് ഞങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പണിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇമാം നവവി റളിയല്ലാഹുവിനെ പരിചയമില്ലാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ആ ഇമാം നവവി റളിയല്ലാഹുവിനെ 4 മുതലുള്ള ഇമാമികളും ഒരുപോലെ ബഹുമാനിക്കുന്ന മഹാൻ. തബ്ലീഗ് ജമാഅത്തുകാർ പള്ളിയിൽ വായിക്കുന്ന ഒരു റിയാദുസ് സാലിഹീൻ എന്ന കിതാബില്ലേ, അതും ഇമാം നവവി റളിയല്ലാഹു രചിച്ചതല്ലേ? മുജാഹിദേ, നിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന സറഹ് മുസ്ലിമില്ലേ, അത് ഇമാം നവവി റളിയല്ലാഹു രചിച്ചതല്ലേ? ഓ മുജാഹിദേ,
ജമാഅത്തുകാരാ, നിന്റെ പ്രശ്നത്തിന്റെ എല്ലാ പുസ്തകങ്ങളിലും ഉദ്ധരിക്കുന്ന ശറഹ് മുസ്ലിമും അതേ ശറഹുൽ മുഹദ്ദമും ഒക്കെ അതൊക്കെയും ഇമാം നവവിയുടെ കിതാബല്ലേ? ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു അല്ലേ ശറഹുൽ മുഹദ്ദമിലല്ലേ രേഖപ്പെടുത്തി വെച്ചത്? മദീനയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ അതോടെ ഗുരുത്വത്തോടെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കണം, ശഫാഅത്ത് ചോദിക്കണം. പോരാ, അവിടെ മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെയുണ്ട് സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ച 2 വരി പദ്യം. ഇപ്പോഴും പോയാൽ കാണാമല്ലോ. യാ ഖൈറ ബന്ദു ഫീനതി ബിൽഖാഇ അഉനുഹു ഫതാബ ബിൻതിബി ഇന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു فيه الآفاق وفيه الجود والكرم. ഈ പാടുന്ന പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഖൈറായ നബിയേ, അവിടുത്തെ ഖബറിൽ ഞാനിതാ എന്റെ ശരീരം സമർപ്പിക്കുന്നു. ആ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ, സഹായങ്ങൾ കിട്ടുന്നുണ്ട് നബിയേ. ഇത് പറയുന്ന പദ്യം ഓ ജമാഅത്ത് ഇസ്ലാമിക്കാരാ, ഇത് SYSന്റെ ഓഫീസിന്റെ മേലെയല്ല, SSFന്റെ സെന്ററിന്റെ മേലെയല്ല, മദീനയിലെ ലോക മുസ്ലിമീകളെ പള്ളി, ആ പള്ളിയുടെ ചുമരിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? മൗദൂദി അവിടെ പോയി സിയാറത്ത് ചെയ്തില്ലേ? മൗദൂദി ഒന്നും പറഞ്ഞത് കാണുന്നില്ലല്ലോ. ചോദിക്കട്ടെ, ആ മദീനത്തെ പള്ളിയുടെ മേലെയുള്ള ആ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദമിലും ഈവാഹിലും രേഖപ്പെടുത്തിയിട്ട് പറയുന്നു, വത്തഫഖ അലൈഹിൽ അസ്ഹാബ്. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ല, എല്ലാ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കൽ പോയി റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടണം, സഹായം തേടണം. ഈ പദ്യവും ചൊല്ലിയാൽ വളരെ നല്ലത് തന്നെ. അത് തന്നെ ഹംബലി മദ്ഹബുകാരനായ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. അത് തന്നെ ഇബ്നു കസീർ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അത് തന്നെ ഇമാം ബൈഹഖി ശുഅബിൽ രേഖപ്പെടുത്തുന്നു. അത് തന്നെ ഇബ്നു അസാകിർ രേഖപ്പെടുത്തുന്നു. അത് തന്നെ ലോകത്തുള്ള എല്ലാ ഇമാമികളും എല്ലാ കിതാബുകളിലും രേഖപ്പെടുത്തുന്നു. ആ ഇമാമിങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്, ചോദിക്കൽ പുണ്യമാണെന്ന് പഠിപ്പിച്ചവരാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അതുകൊണ്ടാ പറഞ്ഞത്, വജബാതുഹു വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീനിൻ അൽ മഅറൂഫത്തി മിൻ ഫൈറിൽ അംബിയാഇ വൽ മുർസലീന വസീരി സലഫി സ്വാലിഹീന മിനൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ. ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല, ഒരു സാധാരണക്കാരന് തർക്കമില്ല, ഒരു നബിക്ക് തർക്കമില്ല, ഒരു സഹാബിക്ക് തർക്കമില്ല. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടലും, നബിയുടെ ആദരാക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലും, നബിയോട് ശഫാഅത്ത് തേടലും അനുവദനീയവും പുണ്യവുമാണെന്ന് പറയുന്നു. അത് നീ ഉറപ്പിക്കണേ മനുഷ്യ. അത് പുണ്യകർമ്മമാണെന്ന് നിന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ആ ഇമാം സുബ്കി പറഞ്ഞില്ലേ, ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നു, ചോദിക്കൽ പുണ്യമാണെന്ന് പറയുന്നു. അങ്ങനെ പറയാത്ത ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ദുററുൽ കാബിലെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അദ്ദേഹം നബിയെ നിസ്സാരപ്പെടുത്തിയവനാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നു. നബിയെ വിളിച്ച് സഹായം ചോദിച്ചുകൂടാ എന്ന് പറയുന്നവൻ നബിയെ നിസ്സാരപ്പെടുത്തിയവനാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ദുററുൽ കാബിലയിലും പറയുന്നു. ഇനി ഒന്ന് ചിന്തിക്കൂ മുസ്ലിമേ, ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നവരെ കുറിച്ച് മുശ്രിക്കീകൾ എന്നല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പ്രസിദ്ധീകരിക്കുന്ന പരലോകം ഖുർആൻ എന്ന പുസ്തകത്തിൽ AC അബ്ദുള്ള മൗലവി എഴുതി വെച്ചിട്ടുള്ളത്. ചോദിക്കട്ടെ, ഈ ഇമാമികളെ മുഴുവനും മുശ്രിക്കാക്കിയത് എന്തിനാണ്? ഈ ഇമാമികളെ മുഴുവനും മുശ്രിക്കാണെന്ന് പറഞ്ഞത് എന്തിനാ ജമാഅത്തുകാരാ? ഇപ്പൊ ഞങ്ങള് മുജാഹിദീകൾ തമ്മിലടിയാണ്, സുന്നികളും ജമാഅത്തുകാരും തമ്മിൽ, സുന്നികളും മുജാഹിദീകളും തമ്മിൽ ഖണ്ഡന പ്രസംഗാണ്. ഞങ്ങൾ ജമാഅത്തുകാര് അതാ ഐക്യത്തിന് വേണ്ടി നടക്കാണ്. ഞങ്ങൾ ആരെയും ഭിന്നിപ്പിക്കാറില്ല, ഞങ്ങൾ ഖണ്ഡന പ്രസംഗത്തിനില്ല, ഞങ്ങൾ തർക്കത്തിനില്ല എന്ന് പറഞ്ഞിട്ട് അതാ
നിങ്ങളെ പുസ്തകമല്ലേ ഇത്? നിങ്ങളെ കിതാബ് സ്വീകരിച്ചുകൊണ്ട് കാഫറാണെന്നല്ലേ പറഞ്ഞത്? മുസ്ലിക്കാണെന്നല്ലേ പറഞ്ഞത്? ഇത് പേരോടിനെ മാത്രമല്ലല്ലോ, കാന്തപുരം ഉസ്താദിനെ മാത്രമല്ലല്ലോ, മർഹൂം ഈക്ക ഉസ്താദിനെ മാത്രമല്ലല്ലോ. നിങ്ങൾ ഇമാം നബവിയല്ലേ മുസ്ലിക്കാക്കിയത്? നിങ്ങൾ ഇമാം ബൈഹഖിയല്ലേ മുസ്ലിക്കാക്കിയത്? ഇമാം ഗസാലിയല്ലേ മുസ്ലിക്കാക്കിയത്? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ്, ഇമാം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് തുടങ്ങിയ സർവ്വ ഇമാമികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടുന്നത് പുണ്യമെന്നല്ലേ രേഖപ്പെടുത്തിയത്? നിങ്ങളല്ലേ അത് ചെയ്തവരെ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത്? ചോദിക്കട്ടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാരെ, നിങ്ങളെ കൂടെ സാധാരണക്കാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തിന് നരകത്തിലേക്ക് ക്ഷണിക്കണം? എന്തിന് മുസ്ലിമീങ്ങളെ കാഫറാക്കണം? എന്തിന് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കണം? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ശരിക്കും ആലോചിക്കൂ മുസ്ലിമേ. ഇത് നിങ്ങൾക്ക് കേൾക്കണോ? ശിർക്ക് വെറും നബിയെ വിളിച്ച് സഹായം ചോദിച്ചാൽ മാത്രമല്ല, ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ വേറൊരു പുസ്തകമാണ്. ഇത് ശരിക്കും കുറിച്ചു വെക്കണം ചെറുപ്പക്കാർ. 1/2/55 പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ ജനിക്കുന്നതിന്റെ 4 കൊല്ലം മുമ്പുള്ളതാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണോ, ഇത്തരം പുസ്തകങ്ങൾ ജമാഅത്തിലേത് പല നിലക്കും അച്ചടിക്കൂ. എന്നിട്ട് ആശയം പ്രചരിപ്പിക്കുന്ന തുടക്കത്തിൽ ഇത് കൊടുക്കുള്ളൂ, ഇത് പിന്നെ കൊടുക്കുള്ളൂ. അവർക്ക് കൊടുക്കാൻ വേറെ ഇതേ പേര് തന്നെ വേറെ കൊടുക്കുന്നുണ്ട്. ഇതേ ഇസ്ലാമും ജാഹിലിയത്തുന്ന ഈ പുസ്തകത്തിന്റെ പേര് ഇപ്പേരിൽ 3 കോപ്പി എന്റെ അടുത്തിട്ടുണ്ട്. 3 ജാതിയില്ല, പേരൊന്നാ. അതിനാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം പ്രചരിപ്പിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് അതാണ്. ഇത് അവസാനം കൊടുക്കുള്ളൂ പഴയത്. ഇതിലെന്താ പറയുന്നത് കേട്ടോ? ഫാത്തിഹ ഓതിയാൽ മുസ്ലിക്കാവുന്ന തനി ജാഹിലിയ്യത്ത് കഴിച്ചാൽ പുരാതന കാലം മുതൽക്കേ മനുഷ്യൻ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2ാമത്തെ ജാഹിലിയ്യത്താണിത്. വിജ്ഞാന വെളിച്ചം ലഭിക്കാത്ത മൂഢജനങ്ങളുടെ ദുഷിച്ചു നാറിയ തലച്ചോറുകളിൽ നിന്നാണ് സാധാരണ ഇത് ഉടലെടുക്കാറുള്ളത്. സാഹിത്യം ദുഷിച്ചു നാറിയ തലച്ചോറുകൾ. അതൊക്കെ മൂല്യന്മാരെ പറ്റി പറഞ്ഞതാ. പ്രവാചകന്മാരുടെ ശിക്ഷണ ഫലമായി ജനങ്ങൾ സർവശക്തനായ അല്ലാഹുവിന്റെ മാത്രം ദിവ്യത്വം സംബന്ധിച്ച സ്ഥലങ്ങളിൽ ദൈവങ്ങളുടെ മറ്റു വകുപ്പുകളെല്ലാം അവസാനിച്ചു പോയെങ്കിലും നബിമാർ ദൈവങ്ങളുടെ ഓരോ വകുപ്പ മറ്റു വകുപ്പൊക്കെ അവസാനിച്ചെങ്കിലും പുതിയ വകുപ്പിനെ പറ്റി എന്താണ്? മറ്റു വകുപ്പുകളെല്ലാം ദൈവങ്ങളുടെ മറ്റു വകുപ്പുകളെല്ലാം അവസാനിച്ചു പോയെങ്കിലും നബിമാർ, ഔലിയാക്കൾ, സുഹദാക്കൾ, സാലിഹീങ്ങൾ, മജ്ദൂബീങ്ങൾ, ഖുത്ബീങ്ങൾ, അബ്ദാലീങ്ങൾ, ഉലമാക്കൾ, മശായിഖുകൾ, വില്ലുല്ലാഹി തുടങ്ങിയവരുടെ ദിവ്യത്വം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പിന്നെയും സ്ഥലം പിടിക്കുക തന്നെ ചെയ്തു. സൃഷ്ടികളുടെ ദിവ്യത്വം നശിപ്പിച്ചു. അള്ളാഹുവിന്റെ മാത്രം ദിവ്യത്വം സ്ഥാപിക്കാനായി സ്വജീവിതം മുഴുവനും ബലിയർപ്പിച്ച അതേ മഹാത്മാക്കളെ തന്നെ മുശ്രിക്കുകളുടെ ദൈവങ്ങളെ വിട്ട് അജ്ഞന്മാരുടെ ദുഷിച്ചു നാറിയ തലച്ചോറുകൾ ദൈവങ്ങളാക്കി. അങ്ങനെ കേട്ടോളി, ഒരു വശത്ത് മുശ്രിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ, അങ്ങനെ ഒരു വശത്ത് മുശ്രിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ, സിയാറത്ത്, നേർച്ച. മുശ്രിക്കുകളുടെ പൂജാപാട്ടിന് പകരം നമ്മളെ ദീനിലുള്ളതാ പറയുന്നത്. മുശ്രിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ, സിയാറത്ത്, നേർച്ച, ബർക്കത്തെടുക്കൽ, ഉത്സവം. അതവരതാ കേട്ടോ, നമ്മളല്ല. പക്ഷെ പേര് കലോത്സവം എന്നായിരിക്കും. ഉത്സവം. പിന്നെ ചന്ദനക്കുടം. ചന്ദനക്കുടം ചന്ദനത്തിന്റെ പാത്രവും അതെല്ലാ പാത്രം ഒരു പാത്രം അതുമല്ലാതെ ചന്ദനത്തിന്റെ കുടം ഇരിക്കട്ടെ, ചന്ദനത്തിന്റെ പാത്രം. പിന്നെ എന്താണ്? യാറമ്മൂടൽ, സ്മാരകം, കൊടികുത്ത്. സുബ്ഹാനല്ലാഹ്, കൊടികുത്തിയ തെറ്റാ. എന്നാ പിന്നെ ഇവര് ഇടതുപക്ഷത്തിന്റെ കൂടെ പടുത്തുകൂടിയ കൊടിയൊന്നുമില്ല. ഇടതുപക്ഷത്തിന് കൊടിയില്ലേ? ഇരിക്കട്ടെ, കൊടികുത്ത്, ചാവടിയന്തരം. ചാവടിയന്തരം ഇവർ പറയുന്നതിനെ പറ്റി അറിയോ? മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയാണ്. അത് സഹാബത്തിന് ഒഴിവാക്കിയതാണ്, അല്ലേ? സഹാബത്ത് കാനൂ യസ്തഹിബൂന അൻ യുതഅമ അനിൽ മയ്യിത്തി 7 അയ്യാം. 7 ദിവസം മയ്യിത്തിന്റെ പേരിൽ അന്നദാനം നടത്തിയ സഹാബത്ത്. അത് സുന്നത്തായി കണക്കാക്കി അഹ്മദ് ഇബ്നു അബ്ദുൽ റഹ്മാൻ ഹദീസിൽ കാണാം. മക്കയിലും മദീനയിലും സഹാബത്തിന്റെ കാലം മുതൽ 900 കൊല്ലമായി തുടരുന്ന സുന്നത്താണത്. ഇമാം സൂത്രി അൽ-ഹബീബി കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം.
അതിനായി ചാവടിയന്തരം എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, പുണ്യം തുടങ്ങി, ചാവടിയന്തരം തുടങ്ങി പുണ്യകർമ്മങ്ങളുടെ ഒരു നൂതന ശരീഅത്ത് നിർമ്മിക്കപ്പെട്ടു. പുണ്യകർമ്മങ്ങളുടെ ഒരു നൂതന ശരീഅത്താണ് ഫാത്തിഹ ഓതുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഫാത്തിഹ ഓതൽ നൂതന ശരീഅത്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ അബ്സിറു ബിനൂറൈനി ഊതീതഹുമാ ലം യൂതഹുമാ നബിയ്യുൻ ഖബലക ഫാത്തിഹത്തുൽ കിതാബ് വഖവാതീം സൂറത്തുൽ ബഖറ ലം തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഊതീതഹു. പ്രത്യേകമായി അല്ലാഹ് എനിക്ക് തന്ന പ്രകാശമാണ് ഫാത്തിഹ. അതോതിയിട്ടുള്ള ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരന്മാരെ, അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യുന്നു. മൗദൂദി പറയുന്നു, ജമാഅത്ത് ഇസ്ലാമി പറയുന്നു, ഫാത്തിഹ ഓതൽ നൂതന ശരീഅത്താണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് മനസ്സിലാകുന്നില്ല ഇവരെ മതം ഏതാണ്. ഇനി പിന്നെ പറഞ്ഞത് എന്താണ്? സിയാറത്ത്. സിയാറത്ത് നൂതന ശരീഅത്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുന്തു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. ഞാൻ സിയാറത്ത് മുമ്പ് വിരോധിച്ചിരുന്നു, അതിന് കാരണവുമുണ്ട്. എന്നാൽ ഫസൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്നഹാ തുസഹിബുകും ഫിദ്ദുനിയാ. അതേ, സിയാറത്തിന് വലിയ ഫലമുണ്ട്. സിയാറത്തിന്റെ ഫലം എന്താണ്? സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള സ്നേഹം കുറയും. ദുനിയാവിനോടുള്ള സ്നേഹം കുറയും. സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ചുള്ള ബോധം വർദ്ധിക്കും. സിയാറത്ത് അത്ര വലിയ ഫലമുള്ള അമലാണ്. സിയാറത്ത് ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. സിയാറത്ത് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? സിയാറത്ത് ചെയ്യുമ്പോൾ ഖബറിലുള്ള ആളെ വിളിക്കണം. ഖബറിലുള്ള ആളെ വിളിക്കണോ? ആര് പറഞ്ഞു? പേരോട് പറഞ്ഞതല്ല, കാന്തപുരം പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഞങ്ങളെന്താ ചൊല്ലേണ്ടത് നബിയെ ഖബറിൽ എത്തിച്ചെന്നാലും ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി കാണിക്കുകയാണ്. എന്താ ചൊല്ലേണ്ടത്? അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. വരെ സലാം ചൊല്ലേണ്ടത് നമ്മൾ സാധാരണ ചൊല്ലുമ്പോൾ നമ്മൾ സാധാരണ സലാം ചൊല്ലുന്നത്. ഞാൻ ഇപ്പോ ഇവിടെ സ്റ്റേജിൽ കയറി അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. ഇന്ന് വെള്ളിയാഴ്ച, ഇന്നലെ വെള്ളിയാഴ്ച മുൻപർ മതി നമ്മുടെ ഖതീബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ എല്ലാവരും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിളിച്ചിട്ടില്ലല്ലോ, വിളിക്കാണ്ടല്ലേ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ മരിച്ചവരോട് സലാം ചെല്ലുമ്പോൾ അങ്ങനെ പോരാതാ, മരിച്ചവരെ വിളിച്ചിട്ട് ചെല്ലണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. കാരണം ഈ മുജാഹിദും ജമാഅത്തും വേർപ്പ് പിടിക്കട്ടെ എന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കേട്ടോക്കിയാൽ പറഞ്ഞേ, എന്ത് നിങ്ങൾ മരിച്ചവർക്ക് സലാം പറയും, വിളിച്ചിട്ട് പറയണം. അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാർ, എന്നതിനർത്ഥം വീട്ടുകാരെ, മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ഖബറാകുന്ന വീട്ടിൽ കിടക്കുന്ന വീട്ടുകാരെ അസ്സലാമു അലൈക്കും വിളിച്ചിട്ട് സലാം പറയണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും മൗലവിമാരെ തീരുമാനിച്ചെന്താണ്? മരിച്ചവരെ വിളിക്കാൻ പാടില്ല. എന്താ തെളിവ്? ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പാസ്സാക്കിയിരിക്കുന്നു. അല്ലാതെ ഖുർആനിലുണ്ടോ മരിച്ചവരെ വിളിക്കരുത്, ഹദീസിലുണ്ടോ മരിച്ചവരെ വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുസ്ലിമീങ്ങൾക്ക് നേതാവ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നിങ്ങൾ മരിച്ചവരെ വിളിച്ചിട്ട് സലാം പറയണം. പിന്നെയോ, പിന്നെ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ജമാഅത്ത് ഇസ്ലാമിന്റെ വേറൊരു ബുക്കാണ്. ഇതിന്റെ പേരെന്താണ്? ഖബർ പൂജ. ഖബർ പൂജ, ഖബർ സിയാറത്തൊക്കെ പൂജയാണല്ലോ. അങ്ങനെ ഖബർ പൂജ നമുക്കറിയില്ല. മൗലവിമാര് പൂജ നടത്താറുണ്ടോ? നമ്മൾ നടത്താറില്ല. ഇതൊരു മുഅ്മിനീങ്ങൾ ഖബറിനെ പറ്റി പറഞ്ഞ ഭാഷ കേട്ടോ നിങ്ങൾ. സാഹിത്യമാണ്. എന്താണ് സാഹിത്യം? കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ മഹത്തായ ജാറം, അമ്പിയാക്കളുടെ ജാറം, ഔലിയാക്കളുടെ ജാറം, അതിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവി പറയുന്ന വാചകം കേട്ടോളി. പണിതുയർത്തപ്പെട്ട സഭ
ശവകുടീരങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ ജാറത്തെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ അബ്ദുറഹ്മാൻ മൗലവി എഴുതിയ IPH പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എന്താ പറയുന്നത്? പണിതുയർത്തപ്പെട്ട ശവകുടീരങ്ങളും. മദീനയിൽ ചെന്നാൽ പച്ചക്കുബ്ബയുള്ള ജാറും. ആ ജാറത്തെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിന്റെ ശൈലിയാണ് ശവകുടീരം. ആരാണത് അവിടുത്തെ ശവം? ഈ അബ്ദുറഹ്മാൻ മൗലവി ജീവൻ പോയാൽ, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മൗലവി ജീവൻ പോയാൽ, ആ മൗലവിയുടെ ഡെഡ് ബോഡി എടുത്തു കൊണ്ടുപോകുന്നു. അതാ അബ്ദുറഹ്മാൻ മൗലവിയുടെ ശവം കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ, മകളുടെ, ഭാര്യന്റെ ഒക്കെ ശവം അതാ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഇഷ്ടപ്പെടുവോ? ഇല്ല അല്ലേ? ഞങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ജാറത്തെ സംബന്ധിച്ച്, ഞങ്ങളെ നേതാക്കളായ ഔലിയാക്കൾ, അമ്പിയാക്കൾ കിടക്കുന്ന ജാറത്തെ സംബന്ധിച്ച് ശവകുടീരമെന്ന് പറയാം. മൗലവിമാരെ, നിങ്ങളുടെ വികാരം എന്താണ്? നിങ്ങളുടെ ആശയം എന്താണ്? നിങ്ങളുടെ മതം എന്താണ്? നിങ്ങളാ സാഹിത്യം പറയുന്നതല്ലേ? നിങ്ങളാ മതത്തിന്റെ പ്രബോധനം നടത്തുന്നതല്ലേ? നിങ്ങളാണ് ഈ മതത്തിന്റെ ആളുകളല്ലേ? നിങ്ങളാ സക്കാത്തിലിരിക്കുന്നതല്ലേ? നിങ്ങളാ ജനങ്ങളെ സഹായിക്കുന്നതല്ലേ? നിങ്ങളാ മതം പറയുന്നതല്ലേ? നിങ്ങളെ നേതാക്കൾ കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഒരടവോടെ ഗുരുത്വത്തോടെ മതപറാന്ന് പോലും പറയാതെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചു, അവിടുത്തെ സർഫാക്കപ്പെട്ട ശരീരത്തെ സംബന്ധിച്ചു ശവം എന്നല്ലേ പ്രയോഗിക്കുന്നത്? എഴുതുന്നത് കണ്ടോ? ശവകുടീരങ്ങളും പൊങ്ങി നിൽക്കുന്ന ശവക്കല്ലറകളും തട്ടി നിറപ്പാക്കണമെന്നല്ലേ പറയുന്നത്? സഹോദരന്മാരെ, ഇനിയും കേട്ടോളൂ. മുൻ പ്രവാചകന്മാരുടെ അനുയായികൾ അവരുടെ ശവക്കല്ലറകൾ ആരാധനാലയങ്ങളാക്കി മാറ്റിയ തെറ്റായ കീഴ്വഴക്കം എന്നല്ലേ പിന്നെയും പറയുന്നത്? ഇനിയും സഹോദരന്മാരെ കേട്ടോളൂ. പറയുന്ന വാചകങ്ങൾ തിരുമേനിയുടെ സമുദായത്തിലെ സജ്ജനങ്ങളിൽ ചെറുക്ക് ദിവ്യത്വം കൽപ്പിക്കാൻ മാത്രം കാട് കയറിപ്പോയവർ, അണ്ടനും അടകോടനും അജ്ഞാതനും ഔലിയാപട്ടം നൽകി അവരുടെ യഥാർത്ഥമോ കൽപ്പിതമോ ആയ ശവക്കല്ലറകൾ പണിതുയർത്തി ഉറൂസുകളും നേർച്ചകളും ഉത്സവങ്ങളും പൊടിപൊടിക്കുന്നവർ, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാം സമകാലീന മുസ്ലിം സമുദായത്തിൽ സുലഭമായി തീർന്നിരിക്കുന്നു. തീർന്നില്ല. പിന്നെയും ജമാഅത്ത് ഇസ്ലാമിന്റെ വാചകം കേട്ടോളൂ. ജാറങ്ങളും ശവകുടീരങ്ങളും ഒരു പറ്റം പുരോഹിതന്മാരുടെയും പൂജാരിമാരുടെയും ഏറ്റവും ആദായകരമായ പുതിയ മാനങ്ങൾ കൈവന്നിരിക്കുന്നു. സമുദായത്തിൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരിരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ യാഥാസ്ഥിക മതപണ്ഡിതന്മാർ എത്ര ഗുരുതരമായ വ്യതിചലനത്തിനും അനുകൂലമായി മതവിധികൾ നൽകുകയും പ്രചരണങ്ങൾ നടത്തുകയുമാണ്. ഞങ്ങളെ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മക്ബറകളെ സംബന്ധിച്ച് ശവക്കല്ലറകൾ, ശവകുടീരങ്ങൾ, അവരുടെ ആ മഹത്തായ ശരീരങ്ങളെ സംബന്ധിച്ച് ശവം 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 എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാരെ, നിങ്ങൾ ജീവൻ പോയിട്ട് KC അബ്ദുള്ള മൗലവിയുടെ ശവം, അതേ അതാ സിദ്ദീഖ് ഹസന്റെ ശവം, അതേ ശൈഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ശവം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ? ഉണ്ടോ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയട്ടെ. ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തെ സംബന്ധിച്ച് നിങ്ങൾ ശവം എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അമ്പിയാക്കളെ ഔലിയാക്കളെ ശരീരത്തെ സംബന്ധിച്ച് ശവം എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർ കിടക്കുന്ന ജാറങ്ങളെ സംബന്ധിച്ച് ശവക്കല്ലറയെന്ന് ശവകുടീരമെന്ന് നിങ്ങൾ എഴുതിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളാണോ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ നടക്കുന്നവർ? നിങ്ങളാണോ സമുദായത്തെ രക്ഷിക്കുന്നവർ? നിങ്ങളാണോ മിനിങ്ങി നടക്കുന്നവർ? ചോദിക്കട്ടെ. നിങ്ങൾ ഔലിയാക്കളെ ശത്രുക്കളല്ലേ? അമ്പിയാക്കളെ ശത്രുക്കളല്ലേ? ഈ ദീനിന്റെ ശത്രുക്കളല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ നിങ്ങളെ പുസ്തകത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ ഇതിൽ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഖബറെന്താ വേണ്ടത്? ഖബർ തട്ടി നിരപ്പാക്കി കളയണം. മദീനത്ത് പോയിട്ട് നിരപ്പാക്കണം. ജമാഅത്ത് ഇസ്ലാമിക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരപ്പാക്കാൻ വേണ്ടി വരണം. നിങ്ങൾ മദീനത്തെ അവിടെ ഉണ്ടല്ലോ പച്ചക്കുബ്ബ, നിരപ്പാക്കാൻ വരണം. നിങ്ങൾ ആദ്യം മൗദൂദിന്റെ ഖബർ പോയി നിരപ്പാക്കണം. അതാണ് സൽസബീൽ മുജാഹിദിന്റെ മൗലവി എഴുതിയിരിക്കുന്നത്. അവിടെ മെഴുകുതിരിയും ഊതുവത്തും കത്തിച്ചും പൈസ വന്നാണ്. ആദ്യം പോയിട്ട് അത് നിരപ്പാക്കണം. സുബ്ഹാനല്ലാഹ്. ഇനി കേൾക്കണോ സഹോദരന്മാരെ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വീണ്ടും പറയുന്നത് എന്താണ്?
കെട്ടിടമുള്ള ഖബറുകൾ സന്ദർശിക്കുന്നത് കൊണ്ട് ഖബർ സിയാറത്തിന്റെ ഉദ്ദേശം സഫലമാവുകയില്ലെന്നാണ് ഫുഖഹാക്കളുടെ അഭിപ്രായം. ഏത് ഫുഖഹ ആണ് പറഞ്ഞത് മൗലവിമാരെ? കെട്ടിടമുള്ള ഖബർ സിയാറത്ത് ചെയ്താൽ ഫലം കിട്ടൂലാന്ന് ഏത് ഫഖീഹ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ അന്ന് തന്നെ, അതേ അക്കാലത്ത് തന്നെ കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ മറവ് ചെയ്തത്? അത് ബുഖാരിയിലില്ലേ? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ? അന്ന് മുതൽ ഇന്ന് വരെ അത് കെട്ടിടത്തിൽ തന്നെയല്ലേ? ഈ മൂന്ന് മഹാന്മാരുടെ ഖബർ കെട്ടിടമുള്ള ഖബറുകൾ സന്ദർശിക്കുന്നുണ്ട്. ഖബർ സിയാറത്തിന്റെ ഉദ്ദേശം സഫലമാവുകയില്ലെന്നാണ് ഫുഖഹാക്കളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. IPH പ്രസിദ്ധീകരിച്ച ഖബർ പൂജ എന്ന പുസ്തകത്തിലുണ്ടല്ലോ. ഏത് ഫഖീഹാണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഫുഖഹാക്കളുടെ പേരിൽ പച്ചക്കള്ളം പറയുകയല്ലേ? നിങ്ങൾ കളവ് കൊണ്ട് ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ? ചോദിക്കട്ടെ, ശാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളിൽ പ്രഗൽഭന്മാരല്ലേ? ഏറ്റവും ഉത്തമനായ കിതാബ് എഴുതിയ ഇബ്നു ഹജർ ഹൈതമി, ഇമാം ജമാലുദ്ദീൻ റംലി റഹിമഹുമുല്ലാഹ്, ഫുഖഹാക്കളിൽ പ്രഗൽഭരല്ലേ ഇമാം നവവി റഹിമഹുല്ലാഹ്, ഫുഖഹാക്കളിൽ പ്രഗൽഭരല്ലേ ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ടാരെക്കൊണ്ടെങ്കിലും കഴിയുമോ? എന്നാൽ ആ മഹാന്മാരൊക്കെ പറഞ്ഞത് എന്താണ്? മഹാന്മാരെ ഖബറിന്റെ മേലെ, ഔലിയാക്കളെ ഖബറിന്റെ മേലെ, അമ്പിയാക്കളെ ഖബറിന്റെ മേലെ, പ്രഗൽഭരായ ആലിമീങ്ങളെ ഖബറിന്റെ മേലെ സുബ്ഹാനല്ലാഹ് ഖുബ്ബയുണ്ടാക്കണം എന്നല്ലേ? അതുപോലെ ജാറം പണിയണം എന്നല്ലേ? നിങ്ങൾക്ക് എവിടുന്ന ഈ മതം കിട്ടിയത്? ഞാൻ കിതാബ് തന്നെ നോക്കിയൊന്ന് വായിക്കട്ടെ. മുതഅല്ലിമീങ്ങൾ ശരിക്കും നോട്ട് ചെയ്തു വെച്ചോ സഹോദരന്മാരെ. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായയിൽ നിന്നാണ് ഞാൻ നോക്കി വായിക്കുന്നത്. വസിയ്യത്തിന്റെ ബാബാണ് കേട്ടോ. അവിടെ പറയുന്നു വസ്സബീല അദമുൽ മഅസിയത്തിൽ ഖുർബത. ഒരു കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ, മരിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒരു സംഗതി വസിയ്യത്ത് ചെയ്തു, മരിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യത്തിനാണ് വസിയ്യത്ത് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പാക്കൽ നിർബന്ധമുണ്ടോ? ഇല്ലേ? പണ്ഡിതന്മാർ പറയുന്നു നടപ്പാക്കണം. പക്ഷേ ആ നടപ്പാക്കൽ തെറ്റായ കാര്യമാണെങ്കിൽ നടപ്പാക്കാൻ പാടില്ല. തെറ്റില്ലാത്ത കാര്യമേ നടപ്പാക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഒരു സിനിമ ടാക്കീസ് ഉണ്ടാക്കണം എന്നൊരാൾ വസിയ്യത്ത് ചെയ്താൽ, ഒരു കള്ള് ഷാപ്പ് തുറക്കണമെന്ന് വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പാക്കാൻ പാടില്ല. നേരെ മറിച്ച് എന്റെ ഇത്ര പണം കൊണ്ടൊരു പള്ളി ഉണ്ടാക്കണം എന്ന് വസിയ്യത്ത് ചെയ്താലോ പള്ളി ഉണ്ടാക്കണം. കാരണം അത് തെറ്റല്ലല്ലോ, പുണ്യകർമ്മമാണല്ലോ. പുണ്യകർമ്മം തെറ്റല്ലല്ലോ. ഇത് വിവരിച്ചുകൊണ്ട് പറയാണ് വശമിലാദമുൽ മഅസിയത്തിൽ ഖുർബത. തെറ്റല്ലാത്ത കാര്യം എന്ന് പറഞ്ഞത് ഉൾപ്പെടുത്തി. അൽ ഖുർബത പുണ്യകാര്യത്തെ ഉൾപ്പെടുത്തി. കൈമാറത്തിൽ മസാജിദി പള്ളി പരിപാലിക്കലും പള്ളി ഉണ്ടാക്കലും പോലെ. വലൗ മിൻ കാഫിരിൻ, ആ വസിയ്യത്ത് ചെയ്ത മനുഷ്യൻ ഒരു അമുസ്ലിമാണെങ്കിലും പള്ളി ഉണ്ടാക്കാൻ അയാൾ വസിയ്യത്ത് ചെയ്ത പള്ളി ഉണ്ടാക്കണം. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. അമ്പിയാക്കളുടെ ഖബറുകൾ അത് പരിപാലിക്കണമെന്ന് വസിയ്യത്ത് ചെയ്താൽ അതും പുണ്യകർമ്മമാണ്. വൽ ഉലമായി, ആലിമീങ്ങളെ ഖബറുകൾ പരിപാലിക്കലും പുണ്യകർമ്മമാണ്. വസാലിഹീന, സജ്ജനങ്ങളുടെ ഖബറുകൾ പരിപാലിക്കലും പുണ്യകർമ്മമാണ്. എന്താണത് പുണ്യമാകാൻ കാരണം? ലിമാ ഫീ ദാലിക മിൻ ഇഹ്യാഇ സിയാറത്തി വതബറുകി ബിഹാ. അതിനാൽ സിയാറത്തിനെ സജീവമാക്കലും ബറക്കത്തെടുക്കലിനെ സജീവമാക്കലും ഉണ്ടല്ലോ. അതുകൊണ്ട് മഹാന്മാരെ ഖബറുകൾ, ആ ഖബർ ഇമാറത്ത് അത് പുണ്യകർമ്മമാണ്. ശരിക്കും മനസ്സിലാക്കി. ഇമാമികൾ എന്താ പറഞ്ഞത്? ഫുഖഹാക്കൾ എന്താ പറഞ്ഞത്? ശരിക്കും മനസ്സിലായി. ഖബർ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ദഖാഇറിന്റെ വക്താവായ മഹാനായ പണ്ഡിതൻ പറഞ്ഞതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യ എന്ന കിതാബിന്റെ വാചകം അതുകൊണ്ട് അറിയിക്കുന്നുണ്ട്. ഹജ്ജിന്റെ ഭാഗം വിവരിക്കുന്നതിന്റെ തുടക്കത്തിൽ ഇമാം ഗസാലിയുടെ വസീത്ത് എന്ന ഫിഖ്ഹി ഗ്രന്ഥത്തിന്റെ വാചകം പണത്തിന്റെ സകാത്തിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് യുസീറു ഇലൈഹി, അതിലേക്ക് ചൂണ്ടിയിട്ടുമുണ്ട്. അങ്ങനെ എല്ലാ ഇമാമികളും എല്ലാ ഫുഖഹാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് ഖബർ ഇമാറത്ത് ചെയ്യുക, ഖബർ പരിപാലിക്കുക എന്ന് പറഞ്ഞ പുണ്യകർമ്മം എന്നത്?
മഹാന്മാരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ ഉണ്ടാക്കലാണ്. അതുപോലെ ഖന്തറത്തുകൾ ഉണ്ടാക്കലാണ്. അങ്ങനെ ഖബറിന്റെ മേലെ ഖുബ്ബയും ഖബർ സിയാറത്ത് ചെയ്തവർക്ക് വെയിലും മഴയും ഒന്നും കൊള്ളാതിരിക്കാനുള്ള ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കലാണ്. ഖബർ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. മഹാന്മാരെ ഖബർ പരിപാലിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം മഹാന്മാരുടെ മഖബറുകൾ ചെയ്തു വരുന്നത് പോലെ പക്ഷേ അത് അനധികൃതമായ ഭൂമിയിലാണെങ്കിൽ പാടില്ല. അവർ കൊടുമപ്പെട്ട ഭൂമിയിലായിരിക്കണം. അല്ലെങ്കിൽ മറവ് ചെയ്യുന്നവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലായിരിക്കണം. അല്ലാതെ അനധികൃതമായി മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഭൂമിയിലാകാൻ പാടില്ല. ഏതായാലും അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും ഖബറിന്റെ പേരെ കുംഭപണിയലും അത് പടുക്കലും സുബ്ഹാനല്ലാഹ് ഖബറിന്റെ മേലെ മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കലും. ഖബർ ചോടേന് കട്ടലല്ല, ഇത് മാറ്റാൻ കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റിയല്ല പറയുന്നത്. മറിച്ച് ഖബറിന്റെ മേലെ കുംഭമുണ്ടാക്കലും സിയാറത്തിന് സൗകര്യം ചെയ്യലും അത് പുണ്യകർമ്മമാണ്. ഇമാം റസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഇമാം നവവിയിൽ പറയുന്നു, ഇബ്നു ഹജർ മുഫ്തയിൽ പറയുന്നു, ഇമാം മുസ്ലിമീനിഹായിൽ പറയുന്നു, ഫുഖഹാക്കൾ മുഴുവനും മഹാന്മാരെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയണം അത് പുണ്യകർമ്മമാണെന്ന് പറയുന്നു. ഓ ജമാഅത്തുകാരാ, ബിൽഡിംഗുള്ള കെട്ടിടമുള്ള ഖബർ സിയാറത്ത് ചെയ്താൽ അതുകൊണ്ട് പുണ്യം കിട്ടുകയില്ലെന്ന് നിന്റെ IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞത് പൗരോഹിത്യമല്ലേ? പൗരോഹിത്യമല്ലേ? ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ അതിന് തെളിവുണ്ടോ? ഇമാമികളുടെ കിതാബിലുണ്ടോ? മഹാന്മാരെ മഖബറകൾ പൊളിച്ചു മാറ്റുന്നതിന്റെ ന്യായമെന്താണ്? അഥവാ പണ്ഡിതന്മാരിൽ ആരെങ്കിലും മഖബറകളിൽ എടുക്കാൻ പറ്റുന്നൊരു ബിൽഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ കെട്ടിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരെ മഖബറയിൽ സിയാറത്തിലുള്ള സൗകര്യത്തിലൊരു കൗലെങ്കിലും കണ്ടേക്കാം. നിങ്ങൾ ഈ എടുക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ഒരു കൗലുമില്ലല്ലോ. എന്നിട്ട് ജനായിസിന്റെ ബാബിൽ എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ അതേ വസിയ്യത്തിന്റെ ബാബ് ഓതുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയായി പോയാൽ നീ പിഴച്ചു പോയില്ലേ? എന്നിട്ട് ആരബിയൊക്കെ തിരിയാഞ്ഞിട്ടാണ് ഫത്ഹുൽ മുഈൻ കൂടിയൊക്കെയാണ് എന്ന് പറയുന്നത് പങ്കത്തമല്ലേ? ഫത്ഹുൽ മുഈനിലും വസിയ്യത്തിന്റെ ബാബിൽ മഹാന്മാരെ മഖബറയുടെ മേലെ ഖുബ്ബ പണിയുന്നത് പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാ ഫിഖഹിന്റെ കിതാബിലുമില്ലേ? ഇത് മനസ്സിലാക്കാതെ ഫുഖഹാക്കൾ മുഴുവനും മഹാന്മാരെ മഖബറയിൽ ഖുബ്ബയുണ്ടാക്കുന്നതിനെതിരാണെന്ന് പച്ചക്കള്ള പറഞ്ഞു നടക്കുന്ന ഒരു പുത്തന്മാരിയെയും മുസ്ലിം സമുദായം വിശ്വസിച്ചു പോകണ്ട. കിതാബ് ഓതിയിട്ടും നോക്കിയിട്ടും തന്നെയാ പറയുന്നത്. ഇക്കാര്യം എന്റെ മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, അങ്ങനെ സിയാറത്താണല്ലോ. പിന്നെ ഒരു ശിർക്കിനായിട്ട് എണ്ണിയ കാര്യം സിയാറത്തിൽ പിന്നെന്താണ് ശിർക്ക്? മുശ്രിക്കുകളുടെ പൂജാപാട്ടിന് പകരം ഫാത്തിഹ. പിന്നൊന്ന് സിയാറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്തു, സിയാറത്ത് ചെയ്യിപ്പിച്ചു. അതിന് മൗലവിമാര് പറയുന്നുണ്ട്, ഖബറിങ്കല് പോയാല് അതിനായിട്ട് പോകാൻ പാടില്ല, അതിനായിട്ട് പോകാൻ പാടില്ല. അഥവാ പോയാല് ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉടനെ കരിയെടുക്കണം. അതെവിടെ പറഞ്ഞു? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? എവിടെ പറഞ്ഞു? ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പഠിപ്പിച്ചത്? ഖബറിലുള്ളവർക്ക് ദ്വാരക്കുന്നതിന് മുമ്പ് മഖബറെ പോയിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ദ്വാരക്കണമെന്നാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖബറിലുള്ളവർക്ക് സലാം പറയുമ്പോൾ വിളിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ഖബറിലുള്ളവരെ വിളിച്ച് സലാം പറയണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. വിളിച്ചാ മാത്രം പോരാ, ജീവിതകാലത്ത് സംസാരിക്കും പോലെ സംസാരിക്കണമെന്നാ പഠിപ്പിച്ചത്. അതല്ലേ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എന്താ ഇതിന്റെ അർത്ഥം? നിശ്ചയമായി നമ്മള് നിങ്ങളെ കൂടെ നമ്മളും വരുന്നുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് അടുത്ത പ്ലെയിനിൽ ഞാനും വരുന്നു പറയും പോലെ ജീവിച്ചിരിക്കുന്നവരോട് പറയും പോലെ വെച്ചവരോട് സംസാരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പോരാ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖബറിങ്കൽ നിങ്ങൾ അങ്ങനെ മടങ്ങിപ്പോന്നാ പറ്റൂല. മഹാന്മാരെ മുഅ്മിനീങ്ങളെ ഖബറിങ്കൽ വെച്ച് ദുആ ചെയ്യണേ. ആർക്ക് ദുആ?
നിങ്ങൾക്ക് എന്നെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ചേർക്കണോ? അതാണ് ഒന്നാമത്തത്. നസ്അലുല്ലാഹ ലനാ, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, ലനാ, നമ്മക്ക്, ജീവിച്ചിരിക്കുന്ന നമ്മക്ക്, വലക്കും, നിങ്ങൾക്കും, സൗഖ്യം ചോദിക്കുന്നു, സുഖം ചോദിക്കുന്നു. കണ്ടോ? അപ്പൊ ഖബറിന്റെ അടുക്കൽ വെച്ച് നമ്മക്ക് വേണ്ടി വേർക്കണം, ഖബറാളിക്ക് വേണ്ടി വേർക്കണം എന്നാണ് മൗലവിമാർ പറയലോ. ഖബറാളിക്ക് വേണ്ടി വേർക്കാൻ വേണ്ടി മാത്രമേ പോകാൻ പാടുള്ളൂ, നമ്മൾ അവിടെ നിന്നൊന്നും പറയാൻ പാടില്ല. എന്ത് വീട്ടിയ മതമാണ്? ആര് പഠിപ്പിച്ച മതമാണ്? ഏത് പുരോഹിതൻ പറഞ്ഞു എന്നതാണ്? ഇസ്ലാം അങ്ങനെയല്ല. വേറൊരു ഹദീസ് നോക്കൂ, ഗഫറല്ലാഹു ലനാ വലക്കും, ഗഫറല്ലാഹു ലനാ വലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതീതു ജമാമി അൽ കലിം, ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ വളരെ അർത്ഥമുള്ള പറയാൻ കഴിയുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു കണ്ടോ, എല്ലാ കാര്യവും ഖബറിന്റെ അടുത്ത് ചോദിക്കണമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. എല്ലാ കാര്യം ഖബറിന്റെ അടുത്തുനിന്ന് അല്ലാഹുവോട് ചോദിക്കണം. അതിന്റെ എല്ലാ കാര്യം ഉണ്ടോ പോയാലേ? ഒറ്റ കാര്യല്ലേ? എന്താ ഒറ്റ കാര്യോ? സുഖം ചോദിക്കുന്നു പറഞ്ഞു. അതിൽ പെടാത്ത കാര്യമുണ്ടോ? സുഖം എന്ന് പറഞ്ഞാൽ പെടാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഏത് മനുഷ്യനും ഒരാൾ കണ്ടിട്ട് അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, അടുത്ത ചോദ്യം എന്താ? സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെയാണ് അല്ലെ? അപ്പൊ എല്ലാവരും ചോദിക്കും സുഖം തന്നെയല്ലേ? എന്താ കാരണം? സുഖത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ടാണല്ലോ അസ്സലാമു അലൈക്കും പെണ്ണെത്തിനാ ഇങ്ങനെ ആരും ചോദിക്കാറില്ല. അസ്സലാമു അലൈക്കും ചായച്ചിരാ അല്ല, പിന്നെ ചോദിക്കുക ആദ്യത്തെ ചോദ്യം സുഖം തന്നെയല്ലേ? കാരണം മനുഷ്യന്റെ ജീവിതം തന്നെ സുഖം ആഗ്രഹിച്ചുകൊണ്ടാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്ന ചോദ്യമാണ്, ദുആയാണ്. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, സൗഖ്യം ചോദിക്കുന്നു. എല്ലാം ചോദിച്ചു ഖബറിന്റെ അടുത്ത്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ദുനിയാവ് ആഖിറൊക്കെ വന്നു. അപ്പൊ ഖബറിൽ നിൽക്കുന്ന ദുആ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കണോ? മൗലവിമാരോ ഖബറായിക്കൊണ്ട് കേൾക്കല്ലാതെ നമുക്കൊന്ന് കേൾക്കാൻ പാടില്ല. ഈ വിടുന്ന് പഠിച്ച മതമാണിത്. ഓരോ മൗലവിയും ഓഫീസിന് കുറിച്ച് കൊടുക്കുക, ഓരോ മതം ഉണ്ടാക്കുക. നമ്മളെ ഈ മതകാര്യത്തിൽ വല്ലവനും പുതിയ ആശയം ഉണ്ടാക്കിയാൽ ആ മൗലവിയെ തള്ളപ്പെടേണ്ടതാണ്, അവൻ കൊണ്ടുവന്ന ആശയം തള്ളപ്പെടേണ്ടതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എവിടുന്ന് കിട്ടിയതാണ് ഇവർക്ക് ഈ ആശയം? കട്ടിടമുള്ള ഖബർ സിയാറത്ത് ചെയ്താൽ ഫലം കിട്ടൂല പോൽ, ഖബറിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ദ്വാരനൂട പോൽ. ഇത് റസൂലുള്ളാഹിന്റെ ദീനല്ല കേട്ടോ, ഇസ്ലാം ദീനല്ല കേട്ടോ. അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിന്റെയും മുജാഹിദിന്റെയും മതമാണ്. മുസ്ലിമീങ്ങൾക്ക് ആ മതവുമായി ഒരു ബന്ധവുമില്ല. മാന്യ മുസ്ലിം സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഓരോന്നിനും തെളിവ് പറഞ്ഞുകൊണ്ടല്ലേ പറയുന്നത്, സ്വന്തം വകയിലൊന്നും പറയുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തു, എനിക്കൊരു വിരോധവുമില്ല. മൗലവിമാരും വരട്ടെ, ഞാൻ ഓക്കെയാണ്.